blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ആത്മാർത്ഥമായി ആ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. കാരണം അവരാണ് ഇന്ന് ലക്ഷക്കണക്കിന് പേരെ ലോകമെമ്പാടും അനുഗ്രഹിച്ചിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് വർഗീസ് എബ്രഹാം ആൻഡ് ആലിസ് കോയമ്പത്തൂർ നിന്നുള്ള ഈ ദമ്പതികളിൽ ആലിസിൻ്റെ ബർത്ത്ഡേ ഇന്നാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ രണ്ടു പേർക്കും ഹീലിംഗ്, BP രോഗം മാറാൻ, ഡയബറ്റീസ് മാറാൻ വേണ്ടി മക്കൾ അഭിഷേക്, ഐശ്വര്യ, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നല്ല റിസൾട്ടിന് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി. USA നിന്നുള്ള ഒരു വെൽവിഷർ 2 പെൺമക്കൾക്കും അനുയോജ്യരായ വരന്മാരെ ലഭിക്കാൻ, എത്രയും വേഗം ലഭിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നല്ലൊരു ഭാവി അവർക്കുണ്ടാകാൻ, കേരളത്തിലുള്ള പ്രോപ്പർട്ടിയുടെ സെയിൽ ഒരു പ്രയാസവും കൂടാതെ നടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കണം. ബഹ്റിൻ നിന്നുള്ള ഒരു വെൽവിഷർ മുഴുവൻ കുടുംബവും ആരോഗ്യത്താൽ നിറയപ്പെടാൻ, അതുപോലെ എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം ലഭിക്കാൻ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, സാറാമ ഘോഷിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായും എല്ലാ രോഗങ്ങളിൽ നിന്നും തനിക്ക് സൗഖ്യം ലഭിക്കാനും, കുടുംബം മുഴുവൻ ആരോഗ്യത്താൽ നിറയപ്പെടാൻ, സകല അനുഗ്രഹങ്ങളാലും നിറയപ്പെടാൻ വേണ്ടി. കർത്താവെ, ഇന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ 4 സ്പോൺസേഴ്സിനെയും ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, വലിയ അനുഗ്രഹത്തിൻ്റെ നിറവ് അങ്ങ് അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, വിദ്യാഭ്യാസ നന്മകൾ, വിവാഹം നടക്കേണ്ടത്, സ്ഥലം വിൽക്കേണ്ടത്, അതുപോലെ ബർത്ത്ഡേ ബ്ലെസ്സിങ്സ്, ഇതെല്ലാ അനുഗ്രഹങ്ങളും ആരോഗ്യത്തിനായെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് കർത്താവെ, ആവശ്യപ്പെട്ട് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായ നന്മകളാൽ കർത്താവെ അങ്ങ് നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ അങ്കിളുടെ പേര് ജോർജ് ജെയിംസ് എന്നാണ്. തൻ്റെ ഭാര്യയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ഇവർ വരുന്നത് പാലോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഈ അങ്കിളും ആൻറ്റിയും നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ 2 വർഷമായിട്ട് സ്ഥിരമായി ആരാധനയ്ക്ക് വരുന്ന ഒരു കുടുംബമാണ്. 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് തിരുവനന്തപുരം ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഫുൾ അറ്റൻഡൻസിലൂടെ വന്ന് ആരാധിക്കുന്ന ഒരു കുടുംബമാണ്. താൻ ഗൾഫിലായിരുന്നു, ഒത്തിരി വർഷം താൻ ഗൾഫിലായിരുന്നു. താൻ ഗൾഫിൽ നിന്ന് വന്നു. തൻ്റെ ഒരു ആഗ്രഹം, തനിക്കൊരു വീട് പണിയണമെന്നുള്ളായിരുന്നു. വീട് പണിയാൻ പൈസ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും അദ്ദേഹം അവിടെയുള്ള നെടുമങ്ങാട് ഒരു ബാങ്കിൽ നിന്ന്, ഹഡ്കോ ബാങ്കിൽ നിന്ന് 4 ലക്ഷം താൻ ലോൺ എടുത്തു. എന്നാൽ ലോൺ എടുത്തു, താൻ ഇവിടെ തിരിച്ച് ഗൾഫിലേക്കൊന്നും പോയില്ല. താൻ ഇവിടെ ചെറിയ പണികളൊക്കെ ആയിട്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലോൺ താൻ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. എന്ത് ആക്സിഡന്റ് ആയിരുന്നു? ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു. തന്റെ കാലിന് ഫ്രാക്ചർ ഉണ്ട്. അത് നിമിത്തം താൻ ആ എടുത്ത ലോൺ 2.5 ലക്ഷം രൂപ താൻ തിരിച്ചടച്ചു. പക്ഷെ ബാക്കി പൈസ 2 ലക്ഷം രൂപ അടയ്ക്കുവാൻ പിന്നെ താൻ ആക്സിഡന്റ് ഒത്തിരി വർഷങ്ങൾ താൻ കിടപ്പിലായി പോയി. അത് കാരണം തനിക്ക് പൈസ തിരിച്ചടയ്ക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ബാങ്കുകാർ കേസ് കൊടുത്തു, തനിക്കെതിരെ കേസ് കൊടുത്തു. 6 ചെക്ക് താൻ കൊടുത്തിരുന്നു. തന്നെ പ്രതിയാക്കിക്കൊണ്ട് തൻ്റെ വീടും പറമ്പും ജപ്തി ചെയ്യണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അങ്ങനെ 2 വർഷത്തോളമായി ഈ കേസ് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുതലും പലിശയും കൂടെ ചേർത്ത് തന്നെ 7 വർഷം മുമ്പാണ് ആക്സിഡൻ്റ് ആയത്. ആ സമയം മുതലുള്ള പണം താൻ അടയ്ക്കാതെ ലാസ്റ്റ് അവർ വിധിച്ചത് 1,13,60,60,000 രൂപ താൻ. My God.
4 ലക്ഷം രൂപ എടുത്തു, 2.5 ലക്ഷം രൂപ തിരിച്ചടച്ചു. ഈ 7 വർഷത്തെ മുടക്കം വന്നതിന് 1,13,60,000 രൂപ. പേപ്പർ ഉണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഞാൻ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവർ ലാസ്റ്റ് വിചാരിച്ചു ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും പൈസ എന്തായാലും കൊടുക്കാനില്ല. അങ്ങനെയാണ് നമ്മുടെ ബ്ലെസ്സിങ് സെന്ററിൽ വരാൻ കാരണമായത്. പക്ഷെ അതിനുശേഷം ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, 2 വർഷമായി വന്നുകൊണ്ടിരുന്നു. ഓരോ മാസവും കേസ് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കും. ഇവർ ജോലി എടുക്കുന്ന പൈസ മുഴുവനും വക്കീലിന് കൊടുക്കാനേ ഉള്ളൂ. ആകെ തകർന്ന വീട്, പട്ടിണി, ദാരിദ്ര്യം ഒന്നുമില്ലാതെ ആകെ തകർന്ന അവസ്ഥയിലായി. 2 വർഷം വന്നുകൊണ്ടിരുന്നപ്പോഴും ഇതിന് മാറ്റമൊന്നും കണ്ടില്ല. കേസ് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ പിന്നീട് വെച്ചാൽ ഞങ്ങൾ ബ്ലെസ്സിങ് സെന്ററിൽ പോയിട്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 വർഷം കഴിഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല. പക്ഷെ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജഡ്ജി വിധിച്ചിരുന്നു ഇത് ജപ്തി ചെയ്യാം, ഇവരുടെ വീടും പറമ്പും എല്ലാം ജപ്തി ചെയ്തേക്ക്. ഇനി ജഡ്ജി വിധി എഴുതി കഴിഞ്ഞ മാസം വിധി എഴുതി. അത് കംപ്ലീറ്റ് ആയിട്ട് ജപ്തി ചെയ്തേക്കാമെന്ന് വിധി എഴുതി. ഇവർ ആകെ സങ്കടത്തിലായി. നമ്മുടെ ബ്ലെസ്സിങ് സെന്ററിൽ വന്ന് എല്ലാവരോടും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി വീടും പറമ്പും എല്ലാം തൻ്റെ എല്ലാം ജപ്തി ചെയ്യണം എന്ന് എഴുതിയ അതേ ജഡ്ജി തന്നെ ഈ 2-ാം തീയതി പറയുകയാണ് ആ ജപ്തി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ആ 1,13,60,000 രൂപ ഇനി അടയ്ക്കേണ്ട, ജപ്തിയില്ല, വീടും പറമ്പും തനിക്ക് സ്വന്തം, ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് തനിക്ക് തിരിച്ചെഴുതി കൊടുത്തിരിക്കുന്നു. സത്യമാണ്, ഇത് സത്യമാണ്. ഞങ്ങളെ അവസാനം വൈഫ് പറഞ്ഞ് ഇനി നമുക്ക് ബ്ലെസ്സിങ് സെന്ററിൽ പോകണ്ട, ഈ നമുക്ക് ഒരു അനുഭവം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാം അങ്ങനെയല്ല, ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു സംഭവമാണ്. കാരണം ചിന്തിക്കാൻ പോലും ഒക്കാത്തതാണ്. അഡ്വക്കേറ്റ് ഉടനെ തന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. പുള്ളിക്ക് ഭയങ്കര പേരായി കോടതിയിൽ. ഈ കേസുണ്ട്. പുള്ളിക്ക് ഭയങ്കര വക്കീലിനെ ബ്ലെസ്സിങ് സെന്ററിൽ കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഞാൻ കൊണ്ടുവന്നു. വീനസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന ഒരു ബ്ലെസ്സിങ് സെന്ററിൽ വക്കീലും വന്നു. ഒരു ദിവസം ഞാൻ കൊണ്ടുവന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിട്ട് പുള്ളി. ഒത്തിരി നാളുകൾ ഉറക്കം പോലും ഇല്ലാതെ ആയിരുന്നു ബ്രദർ. ഇതൊക്കെ കൂടി പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആഴം മനസ്സിലായത്. ചില സമയത്ത് ശ്രദ്ധിച്ചു കേൾക്ക്, പല പ്രാവശ്യം ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പോയി, പ്രാർത്ഥനയ്ക്ക് പോയി, പക്ഷെ ഒരു മാറ്റവും കാണാതിരിക്കുമ്പോൾ, ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ ഒത്തിരി കേട്ടതുകൊണ്ടും അനുഭവം കൊണ്ടും പറയാം, വൈകി വരുന്നത് വലിയ അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. വിരോധമില്ലെങ്കിൽ, അടുത്തിരിക്കുന്ന ആളെ പരിചയമില്ലേ പോലും ആളോട് പറയുക, വൈകി വരുന്ന അനുഗ്രഹം പറഞ്ഞ് വലിയ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, പ്രാർത്ഥനയുടെ മറുപടി വൈകിയാൽ പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥനയ്ക്ക് പോകുന്നത് നിർത്തരുത്, ബ്ലെസ്സിങ് സെന്ററിൽ പോകുന്നത് നിർത്തരുത്. സ്വാഭാവികമായിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാതിരിക്കുമ്പോൾ ഈ വീട്ടമ്മ പറഞ്ഞു, ഇനി അങ്ങ് നിർത്തിയാൽ എന്തിനാ പോകുന്നത്? കാരണം ആ ബസ് കാശ് കൂടി പോക്കാം. പക്ഷേ കർത്താവ് വലിയൊരു കാര്യമാണ് കരുതി വെച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് നന്ദി പറയണ്ടേ. ചെറുതല്ലല്ലോ, ചില്ലറ കാശല്ലല്ലോ. 1,13,60,000 രൂപ. എല്ലാവരും ഒന്ന് പറഞ്ഞ 1,13,60,000 രൂപ. നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. ക്യാൻസൽ ചെയ്ത കർത്താവ് ഈ കൈയടിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നടത്തി തരാനും ഈ ദൈവത്തിന് ശക്തിയില്ലേ? വിശ്വസിച്ചുകൊണ്ട് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്ക്. എത്ര വലിയ വിഷയമായിരുന്നാലും, കഠിനമായ വിഷയമായിരുന്നാലും, ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. Today I'm going to speak to you about the Holy Spirit, who is our helper. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സഹായകനാകുന്ന പരിശുദ്ധാത്മാവ്. Jesus loves all people. യേശു കർത്താവ് എല്ലാ ജനത്തെയും സ്നേഹിക്കുകയാണ്. Jesus came into this world to die for the sinners. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് പാപികൾക്ക് വേണ്ടി മരിക്കുവാനാണ്. Jesus did not come to die for Christians. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിക്കുവാനല്ല. Jesus has a very, very, very
big heart. യേശു കർത്താവിന് ഒരു വലിയൊരു ഹൃദയമുണ്ട്. We have only small heart. നമുക്കൊരു ചെറിയ ഹൃദയമാണുള്ളത്. So we ask for people's religion, caste, creed, etc. അതുകൊണ്ട് നമ്മൾ ആളുകളോട് ആരുടെ ജാതി എന്താണ്, മതം എന്താണ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. But Jesus will never ask you for your religion. യേശു കർത്താവ് ഒരിക്കലും തന്റെ മുന്നിൽ വരും നിങ്ങളുടെ ജാതി ഏത്, നിങ്ങളുടെ മതം ഏതെന്ന് ചോദിക്കുകയില്ല. Jesus will never ask your educational background. യേശു കർത്താവ് ഒരിക്കലും നിങ്ങളുടെ പഠനം എത്രയുണ്ടെന്ന് ചോദിക്കാറില്ല. He will not ask your financial status. യേശു കർത്താവ് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത എത്രമാത്രമെന്ന് ചോദിക്കാറില്ല. He loves everyone. യേശു കർത്താവ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയാണ്. His love covers all of us. യേശു കർത്താവിന്റെ സ്നേഹം നമ്മളെ എല്ലാവരെയും മൂടുകയാണ്. Some people think that Jesus loves only good people. യേശു കർത്താവ്, പലരും ചിന്തിക്കുന്നത് യേശു കർത്താവ് നല്ല ആളുകളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. Jesus loves only decent people. യേശു കർത്താവ് നല്ല മാന്യരായ വ്യക്തികളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. If you go to jail, നിങ്ങൾ ജയിലിലേക്ക് പോകുകയാണെങ്കിൽ there are so many criminals and prisoners there. അവിടെ ഒത്തിരി കുറ്റവാളികളെ നമുക്ക് കാണുവാൻ കഴിയും. And for us, we will struggle to love them. നമുക്ക് നമ്മുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആ കുറ്റവാളികളെ സ്നേഹിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. He's a murderer. അദ്ദേഹം ഒരു കൊലപാതകയാണ്. He is a housebreaker. അദ്ദേഹം കുടുംബ ഭവനഭേദനം ചെയ്തൊരു വ്യക്തിയാണ്. Another person, he's a thief. മറ്റാളെ നോക്കുമ്പോൾ പറയാം അദ്ദേഹം ഒരു കള്ളനാണ്. We are afraid of them. നമ്മൾ അവരെ പറ്റി വളരെ പേടിയുള്ളവരാണ്. We hate them. നമ്മൾ അവരെ യഥാർത്ഥത്തിൽ വെറുക്കുകയാണ്. But Jesus loves all criminals, all wicked people. Jesus loves all evil people because he came for sinners. യേശു കർത്താവ് കുറ്റവാളികളെ സ്നേഹിക്കുകയാണ്. യേശു കർത്താവ് ദുഷ്ടന്മാരായ ആളുകളെ സ്നേഹിക്കുകയാണ്. യേശു കർത്താവ് കൊലപാതകളെ സ്നേഹിക്കുകയാണ്. കാരണം യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. Hallelujah. ഹല്ലേലൂയ. If you go to a hospital, നിങ്ങളൊരു ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ, if you are seriously ill, നിങ്ങൾക്ക് ഒരു വലിയൊരു രോഗമുണ്ടെങ്കിൽ, in some hospitals you will not be admitted. ചില ഹോസ്പിറ്റലുകളിൽ നിങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യാറില്ല. They will say take to the medical college. ചില ആശുപത്രിയിലെ ആളുകൾ പറയും ഈ വ്യക്തിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക. We don't have specialists here. ഈ രോഗത്തിന് വേണ്ടിയുള്ള പ്രത്യേക സ്പെഷ്യലിസ്റ്റുകൾ ഇവിടെ ഇല്ല. We don't have the equipment here. ഈ രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സയ്ക്കുള്ള എക്യുപ്മെന്റുകൾ, ഉപകരണങ്ങൾ ഇവിടെ ഇല്ല. And when you take your vehicles to some workshops, നിങ്ങളുടെ വാഹനങ്ങൾ ഏതെങ്കിലുമൊക്കെ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾ in കൊണ്ടുപോവുകയാണെങ്കിൽ, some workshops they will say no, we will not repair this vehicle here. ചില വർക്ക്ഷോപ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വാഹനമായിട്ട് പറയുമ്പോൾ ഈ വാഹനം ഈ വർക്ക്ഷോപ്പിൽ നന്നാക്കില്ല. You have to go to the service station. നിങ്ങൾ ഇതിന്റെ ഒറിജിനലായ സർവീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ We പോകേണ്ടതുണ്ട്. cannot do anything about that. ഈ വാഹനത്തിൽ ഈ പ്രശ്നത്തെ പറ്റി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഇവിടെ സാധ്യമല്ല. Are you listening to me? നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? But Jesus is not like that. യേശു കർത്താവ് അങ്ങനെ ഒരു വ്യക്തിയല്ല. He will accept any case. യേശു കർത്താവ് ഏതൊരു പ്രശ്നത്തെയും ഏതൊരു കേസിനെയും യേശു കർത്താവ് സ്വീകരിക്കുന്നവനാണ്. Some people may say my marriage is broken, my family is broken, will Jesus accept me? ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ കുടുംബം തകർന്നതാണ്, എൻ്റെ വിവാഹം മൊത്തം ശിഥിലമായിരിക്കുകയാണ്, എന്നെയും യേശു സ്വീകരിക്കുമോ? Some people may say I have AIDS, I am HIV positive, will Jesus accept me? ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് HIV പോസിറ്റീവ് ആണ്, എനിക്ക് എയ്ഡ്സ് ആണ്, എന്നെയും യേശു വാസ്തവമായി സ്വീകരിക്കുമോ? Some others may think I have leprosy, will Jesus accept me? ചില ആളുകൾ പറയുന്നത് എനിക്ക് കുഷ്ഠരോഗമുണ്ട്, ഈ കുഷ്ഠരോഗിയായി എന്നെയും യേശു കർത്താവ് സ്വീകരിക്കുമോ? I am so happy and proud to say that Jesus will receive any person in any shape. ഞാനൊരു വളരെയധികം അഭിമാനത്തോടുകൂടി പറയട്ടെ, യേശു കർത്താവ് ഏതൊരു വ്യക്തിയെയും ഏതൊരു രീതിയിൽ ഏതൊരു ഷേപ്പിലാണ് നീ ഇന്നിവിടെ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും യേശു കർത്താവ് ഇന്നിവിടെ സ്വീകരിക്കുകയാണ്. From the first row till the last row, people who are in the pandal, outside, balcony, stage, anyone Jesus accepts. ഇവിടെ ഇരിക്കുന്ന ആദ്യത്തെ നിരയിലുള്ളവർ, പുറകിലിരിക്കുന്നവർ, വഴിയിലിരിക്കുന്നവർ, പന്തലിരിക്കുന്നവർ, സ്റ്റേജിലിരിക്കുന്ന, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും യേശു കർത്താവ് കാണുന്നുണ്ട്. യേശു കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയാണ്. That's why Jesus said, if you are heavy burdened, if you are carrying heavy loads, if you are broken in your spirit, come to me, I will definitely
give you rest and solace. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവർ, ക്ഷീണം അനുഭവിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ, എത്ര വലിയ ഭാരമാണ്, അങ്ങനെയുള്ള ആളുകളെല്ലാം എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാൻ പോവുകയാണ്. Jesus sometimes will assign some angels to take your heavy loads. യേശു കർത്താവ് പലപ്പോഴും പല ദൂതന്മാരെ നമ്മുടെ ഭാരങ്ങൾ ചുമക്കാൻ വേണ്ടി നിയമിക്കാറുണ്ട്. But some people will fight the angels and chase them away, and they will carry their loads. പല ആളുകളും നമ്മുടെ ഭാരം ചുമക്കാൻ വേണ്ടി വരുന്ന ദൂതന്മാരെ ഓടിച്ചു വിടും. എൻ്റെ ഭാരവും ചുമക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചു വിട്ടിട്ട് അവരുടെ ഭാരം ചുമന്നുകൊണ്ട് ഇങ്ങനെ അങ്ങ് ജീവിക്കുക. But always they will have a bent back. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കുനിഞ്ഞൊരു നടുവുണ്ട്. They're always carrying their burden. അവരുടെ ഭാരം ചുമന്നുകൊണ്ടാണ് അവർ എപ്പോഴും They നടക്കുന്നത്. have a heavy heart. വളരെ ഹൃദയം, ഭയങ്കര നുറുക്കമുള്ളൊരു ഹൃദയമുണ്ട്. They don't smile. അവർ ചിരിക്കാറില്ല, They don't laugh. അവര് പൊട്ടിച്ചിരിക്കാറില്ല. Always they are disappointed. എപ്പോഴും അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു വിഷാദമാണ്. But always remember one thing. എന്നാൽ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കണം, Jesus is the greatest giver. യേശു കർത്താവാണ് ഏറ്റവും വലിയ ദാതാവ്, ഏറ്റവും വലിയ ദാതാവായിരിക്കുന്നത്. All supply is coming from Jesus. എല്ലാം നമുക്ക് ആവശ്യമായത് എല്ലാം വരുന്നത് യേശു കർത്താവിൽ നിന്നാണ്. Say it again, please. നമുക്ക് ആവശ്യമായതെല്ലാം വരുന്നത് യേശു കർത്താവിൽ നിന്നാണ്. Jesus came to give us all blessings. യേശു കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും തരുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. Jesus came, did everything for us. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തീർത്തു. He died on the cross. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ He മരിച്ചു. took away our sins. യേശു കർത്താവ് നമ്മുടെ പാവങ്ങളെ എടുത്തു മാറ്റി. He took away our diseases. യേശു നമ്മുടെ രോഗങ്ങളെ എടുത്തു മാറ്റി. He gave us a special peace. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സമാധാനം നൽകി. Then he said, യേശു കർത്താവ് അതിനുശേഷം പറഞ്ഞു, I'm going to give you another person. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. John chapter 14. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം verses 16 and 17. അതിന്റെ 16-17 വാക്യങ്ങൾ. John chapter 14 യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം verses 16 and 17. അതിന്റെ 16-17 വാക്യങ്ങൾ. And I will ask the Father, and he will give you another advocate to help you and be with you forever. അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് സത്യത്തിൻ്റെ ആത്മാവ് എന്ന് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നൽകുകയും ചെയ്യും. Next verse reads, the Spirit of truth, the world cannot accept him because it neither sees him nor knows him, but you know him, for he lives with you and will be in you. ലോകത്തിന് ഈ ആത്മാവിനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല, കാരണം ലോകം അവിടുത്തെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ സത്യാത്മാവിനെ അറിയുന്നു, എന്തെന്നാൽ അവിടുന്ന് നിങ്ങളോട് കൂടെ ജീവിക്കുന്നു, ഇനിയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യും. In the same chapter, verse number 26 also, അതിൻ്റെ ആ അധ്യായത്തിൽ തന്നെ 26-ാമത്തെ വാക്യം, but the advocate, the Holy Spirit, whom the Father will send in my name, will teach you all things and will remind you of everything I have said to you. എന്നാൽ പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനിരിക്കുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. Lift your hands and shout hallelujah. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Outside, everywhere. എല്ലായിടത്തും പന്തലിരിക്കുന്നവർ, വെളിയിലിരിക്കുന്നവർ എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. One more hallelujah to ഒരിക്കൽ കൂടെ God. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Jesus is saying, I will ask the Father and he will give you another advocate to help you. യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. Everybody shout help. എല്ലാവരും പറഞ്ഞാലും സഹായം, ഉറക്കെ പറഞ്ഞു. സഹായം, കുറച്ചുകൂടി ഉറക്കെ. സഹായം. When God created Adam, he said, it is not good for man to be alone, but I will
give him a suitable helper. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഈ ആദാം ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് ദൈവം അവന് പറ്റിയ തക്ക ഒരു തുണയെ സഹായിയെ നൽകുവാൻ ദൈവം തീരുമാനിച്ചു. God supplied an Eve, a woman, to Adam, the first man. ദൈവം ആദാമിന്, ആദ്യ പുരുഷനായ ആദാമിന് ഹൗവ എന്ന് പറയുന്ന തൻ്റെ ഭാര്യയെ, സഹായിയെ ദൈവം ആദാമിന് കൊടുത്തു. But life partners can meet only certain kinds of needs. വിവാഹ പങ്കാളികൾക്ക് അവർക്ക് പൊതുവെ ചില രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അത് പൂർത്തീകരിക്കുവാൻ, ആവശ്യങ്ങൾ മാത്രമേ നിറവേറ്റുവാൻ They can കഴിയുള്ളൂ. meet the physical needs, emotional needs and such needs. അവർക്ക് ശാരീരികമായ, മാനസികമായ, വൈകാരികമായ കാര്യങ്ങൾ അത് നിറവേറ്റുവാൻ അവർക്ക് കഴിയും. But Jesus says, എന്നാൽ യേശു കർത്താവ് പറയുന്നു, I am going to ask the Heavenly Father and He is going to give you another helper. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിലെ പിതാവിനോട് ചോദിക്കാൻ പോവുകയാണ്. ആ സ്വർഗത്തിലെ പിതാവ് നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ നൽകാൻ പോവുകയാണ്. Jesus says, I'm going to give you what? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എന്താ നിങ്ങൾക്ക് തരാൻ പോകുന്നത്? Another helper. മറ്റൊരു സഹായകൻ. Hallelujah. ഹല്ലേലൂയ. So Jesus came to help us. യേശു കർത്താവ് നമ്മളെ സഹായിക്കുവാൻ വന്നു. Then He is saying, പിന്നെ അദ്ദേഹം പറയുകയാണ്, I am going back to my Father. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. And I'm going to sit on His right hand side. ഞാൻ ദൈവത്തിൻ്റെ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കാൻ പോവുകയാണ്. But I will send you another helper. എന്നാൽ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഈ സമയത്ത് നമുക്ക് യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനാ സമയത്ത് ലോകം എമ്പാടും അനേകരെ കർത്താവ് സൗഖ്യമാക്കുകയും പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് മദ്യപാനത്തിൻ്റെ കെടുതി നിമിത്തം വളരെ തകർച്ചയിലായിരിക്കുന്ന ഒരു കുടുംബം, അവരെ കർത്താവ് അത്ഭുതകരമായി പുറത്തെടുക്കുകയാണ്. മദ്യപാനത്തിൽ നിന്നും ആ വ്യക്തികൾ പുറത്തു വരുന്നത് മാത്രമല്ല, അത് മുഖാന്തരമുണ്ടായിട്ടുള്ള കെടുതികളിൽ നിന്നും കർത്താവ് പുറത്തെടുക്കുകയാണ്. കർത്താവെ, അങ്ങനെയുള്ളവരെ അങ്ങ് തൊടുന്നതിനാൽ നന്ദി. അതുപോലെ വിവിധ അഡിക്ഷനിലായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. പുകവലിക്കുന്നവർ, ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർ, മദ്യപിക്കുന്നവർ, അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്ന് ഇപ്പോൾ സൗഖ്യം നൽകുന്നു. അതുപോലെ ത്രോട്ട് ക്യാൻസറുള്ള ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. കേശവ് എന്നു പേരുള്ള ഒരു സഹോദരനെ ത്രോട്ട് ക്യാൻസറിൽ നിന്ന് കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. അപസ്മാര രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യം അവർക്കുണ്ടാകട്ടെ. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിഭയങ്കരമായ അലർജിയുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിപൂർണമായ വിടുതൽ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാസ്പോർട്ടിനെ അനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ വളരെ പ്രയാസപ്പെടുന്നു, ഒരു പാസ്പോർട്ടിൻ്റെ വിഷയത്തിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന, ഭാവി തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ചില വ്യക്തികളെ കർത്താവ് അത്ഭുതകരമായ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. ഇൻ ജീസസ് നെയിം. അതുപോലെ ചില സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു, അതിനാൽ
പലതിനെയും ബാധിക്കുന്ന ജീവിതത്തെ, ജോലിയൊക്കെ ബാധിക്കുന്ന ചില വ്യക്തികളെയും കർത്താവ് അവരുടെ ആ വേദന കണ്ട് കർത്താവ് അവരെ പുറത്തെടുക്കുകയാണ്. ഇൻ ജീസസ് നെയിം. ജോലി ആവശ്യമുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിലെല്ലാം അത്ഭുതകരമായ വിടുതൽ കർത്താവെ നീ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. ആർത്രൈറ്റിസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഏതൊരു രോഗം പിടിപെട്ടിട്ട് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് വലിയൊരു വിടുതൽ, സൗഖ്യം നൽകുകയാണ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ ഒരു വലിയ വിടുതൽ എല്ലാവരുടെ മേലും വന്നു ചേരട്ടെ എന്ന് കൽപ്പിക്കുന്നു. നിങ്ങളുടെ രോഗമോ പ്രയാസമോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഇപ്പോൾ തന്നെ ആ വിടുതൽ സ്വീകരിക്കുക. ഇൻ ജീസസ് നെയിം. അത്ഭുതകരമായ വിടുതലുകൾ, പ്രത്യേകിച്ച് ആസ്മ രോഗികൾ ഈ സമയത്ത് വിടുതൽ പ്രാപിക്കട്ടെ, പ്രശ്നങ്ങൾ മാറിപ്പോട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവരോടും നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഇതിനെക്കുറിച്ച് ദയവായി പറയുക എന്ന് മാത്രമല്ല, അവർ കൂടെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അവരെ എൻകറേജ് ചെയ്യുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങളും CD-കളും ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടാം. നമ്മുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായും അത് കരസ്ഥമാക്കാൻ കഴിയും. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.